മലപ്പുറം DFO ഓഫീസ് ആക്രമിച്ച കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട PV അൻവർ MLA ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. സാനിയോ മനോമിന്റെ വിശദാംശങ്ങളുമായി. സാനിയോ, PV അൻവർ MLA എത്തിയോ? ഇത് അദ്ദേഹം എത്തുകയാണ്. അതായത് നിരവധിയായ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ വാഹനങ്ങളിൽ ഇതിലോ ഒന്നിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ്. ഈ വാഹനത്തിൽ തന്നെ അദ്ദേഹം ഉണ്ട്. നേരത്തെയൊക്കെ വാഹനത്തിൻ്റെ മുൻ സീറ്റിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ പുറകു സീറ്റിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ഉറപ്പായും തേടേണ്ടതുണ്ട്. പോലീസുകാർക്ക് നടുവിലായി പുറകു സീറ്റിൽ അദ്ദേഹം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട PV അൻവർ MLA ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയൊരു പോലീസ് സന്നാഹം തന്നെയുണ്ട് അവിടെ. സാനിയോ മനോമി തുടരുന്നു. സ്വാഭാവികമായിട്ടുള്ള തടവുകാരാണ് തവനൂരിൽ ഉള്ളതെന്ന് പറയാറുണ്ട്. കാരണം ഒരു പുതിയ ജയിൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ തുറന്ന ജയിൽ എന്ന രീതിയിൽ കാണാം. ജാമ്യ ഹർജി രാവിലെ കൊടുക്കുമോ? അദ്ദേഹത്തെ ഒരു വാക്ക് പോലും പ്രതികരിക്കാൻ പോലീസ് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഒന്നും സംസാരിക്കാൻ പോലീസ് അനുവദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും ബാക്കി നടപടിക്രമങ്ങളൊക്കെയും അതിൻ്റെ മുറ പോലെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയോ എന്നുള്ള ചോദ്യം, അതുപോലെ ജാമ്യ ഹർജി നാളെ കൊടുക്കുമോ എന്നുള്ള ചോദ്യം അടക്കം ഉണ്ടായിരുന്നെങ്കിലും അതിനൊന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതേയെന്ന് മാത്രം പറഞ്ഞ് ജയിലിനുള്ളിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവർ MLA കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് തുളസി. തീർച്ചയായിട്ടും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവർ MLA എത്തിച്ചിരിക്കുന്നു. ഒന്നും മിണ്ടാനാകാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ജയിലിനകത്തേക്ക് കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് നാം കണ്ടത്. ഭരണകൂട ഭീകരതയ്ക്കെതിരായ തന്റെ പോരാട്ടം തുടരുമെന്ന് അറിയിച്ച PV അൻവർ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ PV അൻവർ MLAക്കൊപ്പം 4 DMK പ്രവർത്തകരെയും അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിക്കും. സാനിയോ, നിലവിൽ PV അൻവർ ഒന്നും മിണ്ടാതെ ജയിലിനകത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നാം കണ്ടത്. ഏത് രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിക്കാൻ തീരെ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നോ? അദ്ദേഹം പ്രതികരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പോലീസ് അതിനൊന്നും സമ്മതിക്കാതെ മാധ്യമപ്രവർത്തകരെ അടക്കം തള്ളി മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നാളെ ജാമ്യാപേക്ഷ ഇന്ന് രാവിലെ തന്നെ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. കൂടാതെ അദ്ദേഹത്തോട് നമ്മൾ വീണ്ടും ആശുപത്രിയിൽ കയറിയോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും കൂടുതലൊന്നും പറയാൻ അദ്ദേഹത്തിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവിടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കൂടുതൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അകത്തേക്ക് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ 4 പേർ കൂടി വരാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി അൻവർ MLAക്ക് ശേഷം അദ്ദേഹത്തിനൊപ്പം പ്രതികളായ 4 പേരെ കൂടി ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അവർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ്, അതായത് ജയിലിലേക്ക് എന്നുള്ള ഒരു പ്രോസസ്സ് പൂർണ്ണമാവുകയും നടപടിക്രമങ്ങളൊക്കെ പൂർണ്ണമായതിനു ശേഷം ജയിലിലേക്ക് തന്നെ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും PV അൻവർ MLA തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട PV അൻവർ MLA തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു.